നമസ്കാരം, ഞാൻ സമാൻ. കേരളീയ വികസനത്തിന് പുതിയ പരിപ്രേക്ഷ്യം കാഴ്ചവെക്കുന്ന മീഡിയ വൺ കേരള സമ്മിറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും മാലിന്യമലകളുടെ എണ്ണവും വണ്ണവും പ്രതിദിനം വികസിക്കുകയാണ്. വിളപ്പിൽശാല, ബ്രഹ്മപുരം, സർവോദയപുരം, ലാലൂർ, ഞെളിയംപറമ്പ് ഇങ്ങനെ നഗരങ്ങളുടെ വിഴുപ്പുപേറുകളായ ഗ്രാമങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. വായുവും വെള്ളവുമെല്ലാം ഗുരുതരമാംവണ്ണം മലിനമായി കഴിഞ്ഞ ഇവിടങ്ങളിലെല്ലാം മനുഷ്യജീവിതം അത്യധികം ദുസ്സഹമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത വിധം ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ്. വിളപ്പിശാലയിലോട്ട് ഒരു വണ്ടി ചവറ് ഞങ്ങൾ കടത്തിവിടില്ല, അത് ഉറപ്പാണ്. ഇതുപോലത്തെ ഒരു ദുരന്തത്തിന് കൂട്ടു നിൽക്കാൻ എന്തായാലും ഞങ്ങൾ നിൽക്കൂല, സമ്മതിക്കൂല. സങ്കീർണമായ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും സത്വര പരിഹാരം കാണാനും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. പരിസര മലിനീകരണം കൂടുതൽ രൂക്ഷമാകുമ്പോഴും ജനരോഷം കൂടുതൽ സംഘർഷാത്മകമാകുമ്പോഴും മാത്രം ആവേശപ്പെടുന്ന ചർച്ചകളാണ് ഈ രംഗത്ത് നടക്കാറുള്ളത്. പരിഹാരത്തിനായി സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളാവട്ടെ ഭീമമായ സാമ്പത്തിക നഷ്ടം മാത്രം ബാക്കിയാക്കുന്നവയും. ജനപ്പെരുപ്പവും ജീവിതശൈലീ മാറ്റവും മാലിന്യ പ്രശ്നം ഇനിയും കൂടുതൽ രൂക്ഷമാക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം മുൻനിർത്തി മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം അന്വേഷിക്കുകയാണ് കേരള സമ്മിറ്റി. മാലിന്യമല മറികടക്കുമോ? ഈ തലക്കെട്ടിൽ കഴിഞ്ഞയാഴ്ച നമ്മൾ ആരംഭിച്ച ചർച്ച തുടരുകയാണ്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോർജ് ചാക്കച്ചേരി, ആക്ടിവിസ്റ്റും പൊതുപ്രവർത്തകനുമായ ശ്രീ CR നീലകണ്ഠൻ, ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഗവേഷകനും വെബ് ആക്ടിവിസ്റ്റുമായ ശ്രീ VK ആദർശ്, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ സ്വന്തമായ ഒരു ശൈലി വികസിപ്പിച്ചെടുത്ത ശ്രീ ജോയ് കൊടുങ്ങല്ലൂർ. അതിഥികളെയും സദസ്സിനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാവുന്നോ അതോ ഗവൺമെൻറ് അത് ഒരു ഏജൻസി എന്നുള്ള നിലക്ക് ജനങ്ങളുടെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? നമ്മളങ്ങനെ വളരെ ലളിതമായിട്ട് അതിനെ കണ്ടുകൂടാന്ന് എനിക്ക് തോന്നുന്നത്. അതത്ര ലളിതവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ച് മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ്, അത് യാതൊരു സംശയമില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മുടെ മാലിന്യം മുഴുവൻ തദ്ദേശഭരണ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിടണം എന്നൊന്നും അതിനർത്ഥമില്ല, നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ. മറിച്ച് ഏതൊക്കെ മാലിന്യം ആർക്കൊക്കെ സംസ്കരിക്കാം. നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു. ജൈവ മാലിന്യങ്ങൾ വീടുകൾ, ഫ്ലാറ്റുകൾ, ഹോട്ടലുകൾ, മാർക്കറ്റുകൾ പരമാവധി അതാത് ഇടങ്ങളിൽ തന്നെ വികേന്ദ്രീകരിക്കുക. സെഗ്രിഗേഷൻ ഇവിടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താ അറിയോ? യഥാർത്ഥത്തിൽ സെഗ്രിഗേഷനാണ്, തേർതിരിക്കലാണ്. ഇതിലിപ്പോൾ പ്ലാസ്റ്റിക് കവറിലാക്കി നിങ്ങൾ 5 സാധനം ഇട്ടാൽ അതിലൊരു ബാറ്ററി ഉണ്ടാവും, കുറച്ച് പഴങ്കഞ്ഞി ഉണ്ടാവും, കുറച്ച് ഒരു പൂച്ചയത്തും ഉണ്ടാവും, ചിലപ്പോൾ സാനിറ്ററി നാപ്കിൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടിയുള്ള ഒരു സഞ്ചി റോട്ടിലിട്ടാൽ ആരത് വേർതിരിക്കേണ്ടത്? അത് വേർതിരിക്കുക. ഇപ്പോൾ ഞാൻ ഈ കുടുംബശ്രീകളോട് എല്ലാ ബഹുമാനം അവർ ചെയ്യുന്ന വലിയൊരു പണി ചെയ്യുന്നുണ്ട്. പാവങ്ങളാണ്. നേരത്തെ അത് പറഞ്ഞില്ല, വേണ്ടത്ര പൈസ കിട്ടുന്നില്ല. പക്ഷേ ആ പാവങ്ങളെ കൊണ്ട് ഈ വേസ്റ്റ് കൈകൊണ്ട് വേർതിരിക്കുന്ന ഒരു ഭയങ്കരമായ മോശപ്പെട്ട ഒരു പണി ലോകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് പറഞ്ഞതുപോലെ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആളുകളാണെങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാവും. പ്രതികരണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഈ വിഷയം എന്തോന്ന് ആഡ് ചെയ്യാനുണ്ട്? സാറ് പറഞ്ഞതിൽ കാരണം നമ്മൾ ജനങ്ങൾ തന്നെയാണ് നമ്മൾക്ക് കുറേ കൂടെ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും അതുപോലെ വീട്ടമ്മമാർ വീട്ടിലിരിക്കുന്നവരെല്ലാം. എൻ്റെ പേര് സജിനി തമ്പി, ഞാൻ കേരള മാള സംഘത്തിൻ്റെ എറണാകുളം ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതിലുപരിയായി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ് ജഡ്ജസ് അവന്യൂവിൽ. അപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും സഹകരിച്ചിട്ട് കൊണ്ട് എല്ലാ വീടുകളിലും ഒരു ഞങ്ങളെല്ലാവരും അവിടെ സ്ത്രീകളും പുരുഷന്മാരെല്ലാം ഉണ്ട് റെസിഡൻസ് അസോസിയേഷനിൽ. ഞങ്ങൾ വേർതിരിച്ചുകൊണ്ടാണ് അവിടെ എല്ലാ മാലിന്യങ്ങളും നമ്മളവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ വീടുകളിൽ ചെക്ക് ചെയ്യും. അവിടെ തന്നെ എല്ലാ വീടുകളിലും നമ്മളവിടെ തന്നെ എല്ലാവരോടും കൂട്ടായിട്ട് തന്നെ നമ്മളെല്ലാവരും ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വേർതിരിച്ചുകൊണ്ട് മാലിന്യം കൊടുക്കണം. അതുപോലെ പൊതുവഴിയിലൊന്നും മാലിന്യം ഇടരുതെന്ന് നമ്മൾ കർശനമായി അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹെൽത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. നമ്മൾക്ക് മനുഷ്യൻ്റെ ആരോഗ്യം നശിക്കുന്നൊരു പ്രവണതയാണ് ഈ മാലിന്യത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. അത് കുറേയൊക്കെ സർക്കാർ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല.
പക്ഷേ അത് പൂർണ്ണതയിൽ എത്തുന്ന വിധത്തിൽ തന്നെ നമ്മൾക്ക് ജനങ്ങൾക്ക് ഗുണപ്രദമായ ഒരു പ്ലാന്റുകളെല്ലാം തയ്യാറാക്കി. ഇതുപോലെ റെസിഡൻസി ഒരു 100 വീടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ LIGയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 112 വീടുണ്ട് അവിടെ. ആ 112 വീടിന് അവിടെ ഒരു പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ളൊരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റുകൾ പുറത്തു പോവില്ല. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒതുക്കണം. ശ്രീ സിആറിന് പ്രതികരണം തുടരാവുന്നതാണ്. അല്ല, അവിടെ ഇതാണ് പ്രശ്നം. ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞ് വളരെ കറക്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഫ്ലാറ്റുകൾ ഒന്നിച്ചൊരു ഫ്ലാറ്റിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ, ഒരു സമുച്ചയത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അവിടെയും ഞാനിപ്പോഴും കാണുന്നത് എന്താ അറിയോ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ ജൈവ മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്ത് പ്രോസസ്സിനെ കുറിച്ചാണ്. ടെക്നോളജിക്കലി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം ജൈവമാലിന്യങ്ങളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജൈവമാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരാളല്ല. അതൊരു മണവും കുറച്ച് ഈച്ചയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ അജൈവ മാലിന്യങ്ങളാണ് ദീർഘകാലത്ത് മനുഷ്യനെ കൊല്ലാൻ പോണ സാധനങ്ങൾ. ഈ പ്ലാസ്റ്റിക് ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ. ഉദാഹരണത്തിന് ബോൾ പെൻ, 10 ഗ്രാമുള്ള ബോൾ പെനിൽ 1/2 ഗ്രാം മഷി ഉപയോഗിച്ച് 9.5 ഗ്രാം പ്ലാസ്റ്റിക് പുറത്തെറിയുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാത്തിലുണ്ട്. വേസ്റ്റ്, മറ്റേ പാക്കിംഗ് ഉണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ ഈ വേസ്റ്റും നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫും ഇതിൻ്റെ കൂടെ മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വീടുകളിൽ നിന്ന് മെഡിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ മരുന്ന്, ഒരു മെഡിസിൻ, ചില മെഡിസിൻ ഇതിൽ അകത്ത് കലർന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. ചില സിറപ്പ് പ്രശ്നങ്ങളുണ്ട്, ചില ഓയിൻമെൻറ്റ് പ്രശ്നങ്ങളുണ്ട്, ഇൻസുലിൻ, ഇതെല്ലാം കൂടി കലർന്നാൽ ഇത് നമ്മുടെ വീടിൻ്റെ ഇത് കിടന്നാൽ മെഡിക്കൽ വേസ്റ്റായി. അപ്പം നമ്മളിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മെഡിക്കൽ വേസ്റ്റാണ്, ഈ വേസ്റ്റാണ്, ബയോളജിക്കൽ വേസ്റ്റാണ്, പ്ലാസ്റ്റിക് വേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഒരു സാധനം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഒഴിവാക്കി സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അതിന് ഓരോരുത്തരും നേരത്തെ ആദർശ് പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഒരു കാര്യം ഞാൻ പറയുന്നു, പഞ്ചായത്തുകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ബയോഡീഗ്രേഡബിൾ ഒഴിച്ചുള്ള മുഴുവൻ വേസ്റ്റും ഉത്തരവാദികൾ ഗവൺമെൻറ്റുകളാണ്. കാരണം അവരാണത് അനുവദിക്കണം, ഞാൻ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റിന് നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. പ്ലാസ്റ്റിക്കിന് എനിക്കൊരു ഉത്തരവാദിത്തമില്ല. അതാരാണിത് ഇവിടെ വിൽക്കാൻ അനുവദിക്കണേ? ആരാണ് അവർ? നേരത്തെ പറഞ്ഞ പോലെ EPR KPR എന്തായാലും പറ്റില്ല. ആ ഒരു സാധനം തിരിച്ചെടുത്തോളണം. അങ്ങനെ എടുക്കണം എന്ന് അതാണ് യഥാർത്ഥത്തിൽ ഒരു ബോധവൽക്കരണം വരുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ്, മറ്റേ ബയോഡിഗ്രേഡബിൾ അറ്റ് സോഴ്സ്, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തരംതിരിച്ച് ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ അതിനൊരു ഗുണം എന്താണെന്നറിയോ, മറ്റേൻ്റെ പോലെ ഒരു അർജൻസി ഇല്ല. ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ വേസ്റ്റാണ് മണം വന്ന ആളുകൾ പരാതി പറയും. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച കൂട്ടിയിട്ടാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഒരാഴ്ച കഴിഞ്ഞ് അത് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യം മുനിസിപ്പാലിറ്റി കളക്ട് ചെയ്താൽ മതി. ശരിക്കും വേസ്റ്റ് ഈ വേസ്റ്റ് കളക്ട് ചെയ്താൽ മതി, ഒരു സംഭവമില്ല. അതാണ് കൂടിക്കിടന്ന് നമ്മുടെ മണ്ണ് കേടാവും, വെള്ളം കേടാവും, മറ്റ് വേസ്റ്റ് പ്രോസസ്സിങ് കേടാവും. അതാണ് എൻ്റെ പേര് അലിയാർ, ഞാൻ ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ്. അതെ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. നീലകണ്ഠൻ സാർ പറഞ്ഞു വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ് പല രീതിയിലും പരാജയം തന്നെയാണ്. ഇപ്പോഴും അതിനെ പിടിച്ചു കയറാൻ സാധിച്ചിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പോഴും നിരോധിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിൽ ഉപയോഗത്തിലുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ആ നിയമം ഒരു കർശനമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല? അങ്ങനെയുള്ള നിയമങ്ങളെ കർശനമാക്കിയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അതിനെ ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റ് നമ്മളും ഉൾപ്പെടുന്ന നിങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് നിങ്ങളുടെ അസോസിയേഷനായിട്ട് ഒരു തീരുമാനം എടുക്കാവോ, 50 മൈക്രോണിലുള്ള കടലാസുകൾ ഞങ്ങൾ വാങ്ങില്ല, ഞങ്ങളുടെ കടയിൽ കൂടി ഇത് വിൽക്കില്ല എന്നൊരു തീരുമാനം ഗവൺമെന്റ് മാത്രമല്ല നമുക്ക് മതി. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തുകൊണ്ട് തിരിച്ചുള്ള റോൾ. ഇപ്പം ഞാനാണ് മാലിന്യം സംസ്കരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ മാലിന്യം എടുക്കാൻ നേരത്ത് രക്തക്കറയുള്ള സാനിറ്ററി നാപ്കിൻ അടക്കം ഉണ്ടെങ്കിൽ എനിക്ക് ആ ജോലി നമുക്ക് എന്ത് അറപ്പാണ് ഉണ്ടാവുന്നത് എടുക്കാനായിട്ട്. നമ്മൾ വ്യക്തിയുടെ തലത്തിൽ കുറേ വീഴ്ചകൾ വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തുടരുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ജോയ് സാറും ജോർജ് സാറും ഈ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഐക്യം നമ്മുടെ ഈ ചർച്ചയിലേക്ക് വിഭിന്നമായ രീതിയിലാണ് ചർച്ചകൾ രണ്ട് വ്യക്തികളും തമ്മിലൂടെ നടന്നത്. ഇതിൽ ഒരു ഐക്യം എങ്ങനെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം? നിയമപരമായ എല്ലാ പരിരക്ഷയും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും ഇത് യഥാർത്ഥമായ രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് മറ്റുള്ള രീതിയിൽ വളരെ ചർച്ച സജീവമാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണൂ എന്നുള്ളതാണ്. തീർച്ചയായും പൗരസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ അഴുക്കായ സാനിറ്ററി നാപ്കിൻ ഇടവഴിയിലേക്ക് വലിച്ചെറിയുന്നൊരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് കവറില്ല, തൽക്കാലം പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ വീണ്ടും കടക്കാരനെ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് നിർബന്ധിക്കുന്ന ഒരു പൗരബോധം.
യഥാർത്ഥത്തിൽ പൗരന്മാർ കൂടി ഇതിൽ ഉത്തരവാദിയല്ലേ ശ്രീ ആദർശ്? നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനത്തിൽ എത്ര എണ്ണമാണ് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, എത്രയാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, ഇത് പൗരനാണ് തീരുമാനം. എല്ലാം ഗവൺമെൻറ് ഉത്തരവാണ്, എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ പൗരന് തന്നെ എത്ര സാധനം റീസൈക്കിൾ ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് ഒരു കേവല ഉദാഹരണത്തിലേക്ക് വരാം. നിങ്ങൾ ഏത് മൊബൈൽ കടയിലേക്ക് ചെന്നോളൂ, അവരവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ പഴയ മൊബൈൽ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോളൂ. എത്ര പേര് നമ്മളുടെ ഇടയിൽ ഇത് ചെയ്യാറുണ്ട്? ഇത് പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മറിച്ച് എന്താണ് ചെയ്യുന്നത്? നമ്മളിത് സിറ്റി വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഡംപിലേക്ക് കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് നമ്മുടെ ഉത്തരവാദിത്തം തീർന്നത് സിറ്റി കോർപ്പറേഷൻ നോക്കിക്കോളും. ഈ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാ മൊബൈൽ കമ്പനികളും എല്ലാ കമ്പ്യൂട്ടർ കമ്പനികളും നിയമപരമായി അവരുടെ ഷോറൂമിൽ ഇത്തരം സാധനങ്ങൾ തിരിച്ചെടുക്കാനുള്ള ഒരു സാധനം അവിടെ വെക്കണം. എന്താണ് ഇതിൻ്റെ മെച്ചം? ഒരു കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ അതിൻ്റെ മോണിറ്ററോ അല്ലെങ്കിൽ ഒരു IC ചിപ്പോ ഒന്നും പോട്ടെ 10 പൈസ വിലയുള്ള രജിസ്റ്റർ ചീത്തയായാലായിരിക്കാം കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ കിടക്കുന്നത്. മറിച്ച് അത് മാത്രം മാറി ഒരു പക്ഷേ അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. CR ആദ്യം സൂചിപ്പിച്ച പോലെ റീയൂസ് റീസൈക്കിൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റുന്നത് ശാസ്ത്രീയമായി തിരിച്ച് ശേഖരിക്കുമ്പോഴാണ്. ഇവിടെ ഒരു പൗരൻ്റെ ഒരു ബോധം, പൗരബോധമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ശുചിത്വ മിഷനൊക്കെ നന്നായി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ KCBയുടെ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉറവിടത്തിൽ തന്നെ ഇത് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്, വേർതിരിക്കേണ്ടത്, ഇക്കാര്യത്തിൽ വലിയൊരു എനിക്കൊന്നൊരു ക്യാമ്പയിൻ തന്നെ നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ടായാലും ഗവൺമെൻറ് ഇടപെട്ടായാലും നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തരം ഇല്ലെങ്കിൽ ഈ പാവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീറാമുട്ടിയായ പ്രശ്നമായി ഇത് തുടരും. അവിടെ നിന്ന് ഒന്നാമത്തെ ഒരു ചോദ്യം കൂടി. എൻ്റെ വാർഡിനോട് ചേർന്ന് നടന്ന് ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യം ഡബ്ബ് ചെയ്യുന്നത്, സംസ്കരണ പ്ലാന്റ് ഇവിടെ ഇല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവിടെ സംസ്കരണ പ്ലാന്റ് ഉണ്ടെന്ന്. അവിടെ സംസ്കരണ പ്ലാന്റ് അല്ല, കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു ഖജനാവാണത്. ഇത് അവരിങ്ങനെ പത്രത്തിൽ പരസ്യം കൊടുക്കണ പോലെ കൊടുത്തേക്കാണ്, ആരുടെ രണ്ടിങ്ങിനോട് പോന്നോട്ടെ ഞങ്ങൾ പിടിക്കാൻ തയ്യാറാന്നുള്ളത്. നമ്മുടെ നമ്മൾ ഒരു വീട് പണിത് വെച്ചും അതിൻ്റെ സെപ്റ്റി ടാങ്ക് പണിയാൻ തീരുമാനിക്കാനുള്ള അത് ബ്രഹ്മപുരത്തേക്ക് ആക്കാമെന്ന് തീരുമാനിച്ച ഇവിടെ ആരെങ്കിലും സമ്മതിക്കുമോ? ഇന്നാണ് ഇവിടുത്തെ അവസ്ഥ അതാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് ആർക്കും അതിൻ്റെ ബുദ്ധിമുട്ട്, ഞങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവിടെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കടമ്പറയാർ തീരത്തോട് ചേർന്ന് ഈ സാധനം ഈ പാടശേഖരത്താണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തീയിട്ട് ഇത് കത്തിച്ചേച്ചും അത് കിടത്താൻ വേണ്ടി 1.25 കോടി രൂപ, ആകെ 7 ഏക്കർ പാടമുള്ളത്, അത് കിടത്താൻ വേണ്ടി മുടക്ക് മുതൽ വന്നത് നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചാണ് 1.25 കോടി രൂപ. തൊട്ടടുത്തുള്ള ഇൻഫോ പാർക്ക് 15 ഏക്കർ നികത്തിയതിന് വന്ന മുതൽ മുടക്ക് 80 ലക്ഷം രൂപയാണ്. ഇത് കിടത്താൻ ശ്രമിച്ചതിന് 1.25 കോടി രൂപ. ഇത് അവിടെയുള്ള ജനങ്ങളെ അന്ന് ഞങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി അവിടെ കടമ്പറയാർ 500 മീറ്റർ കടമ്പറയാർ തീരമുണ്ട്. എത്ര ജലസ്രോതസ്, എത്ര പഞ്ചായത്തുകളുടെ ജലമാണ് അവിടെ നിന്ന് എടുക്കണമെന്നറിയാമോ? അതിന് ഗ്രീൻ ബെൽറ്റ് കെട്ടി, ചുറ്റുമതിൽ കെട്ടി, അതിനുശേഷം അതിൻ്റെ അകത്ത് കവചിത വാഹനത്തിലാണ് ഈ പ്ലാന്റിൽ കൂടുന്നത്. ഇവിടെ മിഷനറി വർക്ക് ചെയ്യുന്നത്. ഒരു 1ൻ്റെ മോട്ടർ വരെ അവിടെ വർക്ക് ചെയ്യണില്ല. വെറുതെ കുറേ ഷെഡ് കെട്ടിയിട്ടേക്കണം. ആ ഷെഡ് മൊത്തം ഒരു സൈഡിലേക്ക് ഇരുന്ന് പോയി. ആ ഷെഡിലേക്ക് ഒരു വണ്ടി കയറി ചെന്നാൽ എല്ലാം തകർന്ന് താഴെ ചാടും. ഇത് കുറേ തരിശ് പാടം കിടപ്പുണ്ട്. ഈ പാടത്ത് കൂടുന്ന് പ്ലാസ്റ്റിക് ഇല്ല, ജൈവമാലിന്യമില്ല, അജൈവമാലിന്യമില്ല, എല്ലാം കൂടുന്ന് ഡബ്ബ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിടുന്നു, മൂടുന്നു. അവിടെ വേറെ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇല്ല, ഒരു ശുചിത്വ മിഷനും ഇല്ല. ഇത് ഒരു ഒറ്റപ്പെട്ട പ്രതികരണമല്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഓരോ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പുതിയ പുതിയ പാക്കേജുകൾ, പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ, അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറ്. ചില പ്രഖ്യാപനങ്ങളിലേക്ക്, ചില പാക്കേജുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഫലം ലഭിക്കുന്നത് അനുസരിച്ച് എല്ലാ ജില്ലകളിലും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മോഡേണൈസ്ഡ് പ്ലാന്റ്സ് സ്ഥാപിക്കുന്നതിന് ഉള്ള തീരുമാനമെടുത്തു. നമ്മുടെ സ്റ്റേറ്റിൽ ഇതുവരെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്കൊരു സക്സസ്ഫുൾ മോഡലില്ലായിരുന്നു. പക്ഷേ പുതിയ ടെക്നോളജി അത് പ്ലാസ്റ്റിക് വേർതിരിച്ച് പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക യൂണിറ്റുകൾ, ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് മാക്സിമം പ്രോത്സാഹിപ്പിച്ചും സബ്സിഡി കൊടുത്തും ഫ്ലാറ്റുകൾ പോലുള്ള സ്ഥലത്ത് കമ്പൽസറി ആക്കിയും ടോട്ടലായി വരുന്ന വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ച് അതിന് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പ്ലാൻ ചെയ്യുന്നത്. വൈകാതെ കേരളത്തിൽ നടപ്പായി തുടങ്ങും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ വലുതും ചെറുതുമായ പ്ലാന്റുകൾ വരും. അതും കൂടി ആവുമ്പോൾ ഈ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരമാവും. കേരളം മാലിന്യമുക്തമാവും.